വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. വലിയ മുന്നേറ്റം നടത്തുമെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി. രാജേഷ് പറഞ്ഞു. വിഴിഞ്ഞത്തുൾപ്പെടെ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് ബി.ജെ.പിയെ നോക്കിക്കാണുന്നതെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ നിന്നൊക്കെ നിരവധി പ്രവർത്തകർ, പ്രചാരകന്മാർ ഉൾപ്പെടെ കേരളത്തിലെ പല ഭാഗങ്ങളിലും വന്ന് പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഞങ്ങളൊക്കെ തന്നെ വേദനിച്ചിട്ട് കണ്ണൂർ ജില്ലയിലെ പ്രവർത്തകർ അനുഭവിക്കുന്ന ത്യാഗം അക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. തീർച്ചയായിട്ടും കണ്ണൂരിൽ മേയർ സ്ഥാനം ഏറ്റെടുത്ത് ആദ്യമായി കണ്ണൂരിൽ വരുമ്പോഴേക്കും ഞാൻ ആദ്യമേ പ്രവർത്തകരോട് പറഞ്ഞു, നമ്മുടെ പ്രവർത്തകരുടെ വിജയമാണ്. കേരളത്തിൽ ഒന്നും പ്രതീക്ഷിക്കാതെ പതിറ്റാണ്ടുകളായി ഇറങ്ങിത്തിരിച്ച പ്രവർത്തകരുടെ വിജയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ വരുമ്പോഴേക്കും മാരാർജിയുടെ എന്ത് തുടങ്ങുമ്പോഴും എല്ലാ ബി.ജെ.പി. പ്രവർത്തകരും മാരാർജിയെ ഓർത്ത് മാരാർജിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് ആരംഭിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മേയറായി ചുമതലയേറ്റത്. ഒരാഴ്ച ആകുമ്പോൾ തന്നെ ഇവിടെ വരാൻ കഴിയുന്നതിൽ അങ്ങേയറ്റം തന്നെ പ്രവർത്തനത്തിന് കൂടുതൽ ഊർജ്ജം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. വിഴിഞ്ഞത്ത് തെരഞ്ഞെടുപ്പ് വരാനുണ്ട്, അവിടെ വിജയസാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും വിഴിഞ്ഞത്ത് ഇപ്പോൾ കോർപ്പറേഷൻ ഭരണം ബി.ജെ.പിക്ക് ലഭിച്ചതോടെ അതിനുശേഷം ഞാൻ 2 തവണ വിഴിഞ്ഞത്ത് പോയിരുന്നു. ചെന്നപ്പോഴേക്കും ആ വാർഡൊക്കെ തന്നെ വളരെ വളരെ പരിതാപകരമായ അവസ്ഥ. ഞാൻ പോയത് ഒരു വലിയ കുളമുണ്ട് അവിടെ അന്വേഷിച്ചാൽ അറിയാം. ആ കുളത്തിന് കൈവേരി കെട്ടാൻ വേണ്ടി ഇത്രയും കാലം പറഞ്ഞിട്ടും LDF-ഉം UDF-ഉം മാറി ജയിച്ചിട്ടുണ്ട്, സാധിച്ചില്ല. ഒരു കുട്ടി കഴിഞ്ഞ ദിവസം വന്ന് ആ കുളത്തിനകത്ത് സൈക്കിളും കുട്ടിയും കൂടെ വീണു. ഇപ്പോൾ ബി.ജെ.പിയുടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ബിനു ആണ് ആ കുട്ടിയെ ചതുപ്പിൽ ചാടി രക്ഷപ്പെടുത്തി. ബിനു ഇപ്പോൾ കാലിൽ പൊട്ടൽ വന്നിട്ട് ചികിത്സയിലാണ്. ബിനുവിനെ കാണാൻ ഞാൻ പോയത്. അപ്പോൾ അതിൻ്റെ ചുറ്റും ആൾക്കാർ കൂടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കൈവേരി കെട്ടാം. അപ്പോൾ ഈ കോഡ് ഓഫ് കോണ്ടാക്റ്റ് ഇപ്പോൾ ഉള്ളതുകൊണ്ട് മേയർക്ക് അത് പ്രഖ്യാപിക്കാൻ പരിമിതിയുണ്ട്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ മാറിക്കഴിഞ്ഞാൽ അതിൽ കാര്യങ്ങൾ ഇടപെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടപ്പാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ വലിയ പ്രതീക്ഷയോടാണ് നോക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളാണ് അവിടെ വിജയിക്കാൻ പോകുന്നത്.